ഷാദിദ് ഭക്തന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അഖിൽ മാരാർ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യം. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് ഒരു കോമാളിയാക്കാൻ ശ്രമിക്കുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നിങ്ങളെ ഒരു കോമാളിയായിട്ട് പോർട്രേ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. പലരും നിങ്ങളെ കളിയാക്കാറുണ്ട്, നിലപാടില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറയാറുണ്ട്. എന്താ എന്റെ ഉദ്ദേശം? അതെന്തുകൊണ്ടാണ്? നിലപാട് കൂടുന്നതുകൊണ്ടാണ്. ആക്കല്ലേ, തൊഴിൽ രഹിതരെ ആക്കല്ലേ, ഇത് മനഃപൂർവ്വമാണ്. അതിൽ കേട്ട രണ്ട് കാര്യങ്ങളാണ്. ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പോയി എന്നുള്ളൊരു സാധനം. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. സത്യത്തിനൊപ്പം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡിനെയാണ് നമ്മൾ നിലപാടെന്ന് പറയുന്നത്. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. അതുകൊണ്ട് ഇവർക്ക് അറിയില്ല എന്താണ് നിലപാടെന്നുള്ളത്. ഒന്ന് പോവാണ്ട അവിടെ അണ്ണാ, നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസം. ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് കഴിവുണ്ടല്ലോ, ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാം. നീയാണ് മോനെ ആൺകുട്ടി, ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പോലെയല്ല. പബ്ലിസിറ്റി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കേൾക്കേണ്ടി വരത്തില്ലല്ലോ, എന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാം. ഇവനാള് കുഴപ്പമില്ലല്ലേ? അതെ, ഇവൻ ആള് മൊണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവനാ. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു, എല്ലാം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലതൊക്കെ എനിക്ക് ഇല്ലാതാക്കണം. അതിലൊന്നും ഞാൻ ലഹരി. എന്നിട്ട് പിന്നെ അങ്ങനെ കാക്കര തന്നെ താങ്കളുടെ ഒരു മണ്ഡലമായിട്ട് താങ്കൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും പ്ലാനുകൾ അല്ലെ പദ്ധതികൾ മനസ്സിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. കാക്കരയിൽ നമുക്ക് ആക്ച്വലി അങ്ങനത്തെ പ്ലാനുകളോ പദ്ധതികളോ ഒന്നും തയ്യാറാക്കി പ്രവർത്തിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെ എന്ത് ചെയ്താലും ഒന്നും ചെയ്തില്ലെങ്കിൽ ഫോക്കസ് ചെയ്യും. വെറുതെ ഇപ്പൊ യൂട്യൂബ് എടുത്തിട്ട് അഖിൽ മാരാർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും മക്കളെ കൂടെ ഇരുത്തി പൂരത്തെറി, പിന്നെ നീ പ്രസവിച്ചിട്ടുണ്ടോ മാരാറെ? അങ്ങനെയൊക്കെ വഴിയില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? അതായത് അഖിൽ മാരാറെ പറ്റിയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. കൊള്ളാം, പടമേടിച്ച് പന്തളത്തെ വന്നപ്പോ പന്തളം തങ്കപ്പന്റെ ഗാനമേള.